ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് കിഡ്സ്. മീ ആനസുദ്ദീൻ സാർ. എല്ലാവർക്കും സ്വാഗതം. മക്കളെ, നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഏറ്റവും വളരെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ് ഡു വൈ ലൂപ്പിന്റെ വർക്കിംഗ്. അതായത് നമുക്ക് 3 ടൈപ്സ് ലൂപ്പിംഗ് ഉണ്ട്. വൈ ലൂപ്പ് ഉണ്ട്, ഫോർ ലൂപ്പ് ഉണ്ട്, ഡു വൈ ലൂപ്പ് ഉണ്ട്. ഡു വൈ ലൂപ്പിന് ഒരു പ്രത്യേകത ഉണ്ട്, ഇത് എക്സിറ്റ് കണ്ടൊരു ലൂപ്പാണ്. അതായത് ഇനിഷ്യലി എന്താണ് ഡു വൈ ലൂപ്പ്? ഇനിഷ്യലി ബോഡി ഓഫ് ദി ലൂപ്പ് ഒരു വട്ടം എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ ആരെയും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഡീപ്പ് പറഞ്ഞാൽ എക്സിറ്റ് കണ്ട ലൂപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എക്സിറ്റ് കണ്ട ലൂപ്പിനകത്ത് ഒരേ ഒരു ലൂപ്പേ വരുന്നുള്ളൂ, അത് ഡു വൈ ലൂപ്പാണ്. അപ്പോൾ അതിന്റെ വർക്കിംഗ് പഠിച്ചിരിക്കണം. അതിന്റെ സിൻടാക്സ് ആയി നോക്കാം. സിൻടാക്സ് പഠിച്ചിരിക്കുന്നുണ്ട്. ഈ ലൂപ്പ് മാത്രമല്ല മറ്റെല്ലാ ലൂപ്സും പഠിച്ചിരിക്കണം. സിൻടാക്സ് നോക്കാം. ഇനിഷ്യലൈസേഷൻ ഓഫ് ദി ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. കാരണം നമ്മുടെ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടം പോലെയാണ്, അതാണ് ഇനിഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ഡു കൊടുത്തു, കേളി ബ്രേസ് കൊടുത്തു, ഓപ്പൺ ചെയ്തു. ദെൻ ബോഡി ഓഫ് ദി ലൂപ്പ്. നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്ന ടാസ്ക് നമുക്ക് ഒന്നിൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യണം ആ ടാസ്കില്. അപ്പോൾ അത് കൊടുക്കുന്നതാണ് ബോഡി ഓഫ് ദി ലൂപ്പ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് അപ്ഡേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. നമുക്ക് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ അവിടെ കൊടുക്കാറുണ്ട്. അതിന്റെ വാല്യൂവിനെ അപ്ഡേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്മൾ എന്ത് ചെയ്യും? അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് വൈൽ ടെസ്റ്റ് എക്സ്പ്രഷൻ. ടെസ്റ്റ് എക്സ്പ്രഷൻ നമ്മൾ ആ കണ്ടീഷൻ കൊടുക്കും. ആ കണ്ടീഷൻ ട്രൂ ആണ് എങ്കിൽ വീണ്ടും ബോഡി ഓഫ് ദി ലൂപ്പിലോട്ട് പോകും. അപ്പൊ ഇനിഷ്യലി ഒരു വട്ടം എന്ത് ചെയ്യും മക്കളെ? നമ്മുടെ ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇനിഷ്യലി നോക്കാം, കെയുടെ വല 1 ആണ്. കെയുടെ വല 1 ആണ് ഇനിഷ്യലൈസേഷൻ. എന്നിട്ട് CO_K, ഇതാണ് ബോഡി ഓഫ് ദി ലൂപ്പ്. CO_K അങ്ങ് എക്സിക്യൂട്ട് ചെയ്യുവാണ് വിത്തൗട്ട് ചെക്കിങ് എനി കണ്ടീഷൻ. ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാതെ തന്നെ ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുവാണ്. നോക്കാം, CO_K എന്ന് പറയുമ്പോൾ 1 പ്രിന്റ് ചെയ്യും. നെക്സ്റ്റ് പ്ലസ് കെ എന്ന് പറയുമ്പോൾ കെയുടെ വില 1 ഇൻക്രിമെന്റ് ചെയ്യും. കെയുടെ വില 2 ആവും. 2 3-നേക്കാളും ചെറുതാണ് എങ്കിൽ 2 3-നേക്കാളും ചെറുതാണെങ്കിൽ വീണ്ടും ബോഡി ഓഫ് ദി ലൂപ്പ്. 2 3-നേക്കാളും ചെറുതല്ലേ നമ്മൾ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ 2 പ്രിന്റ് ചെയ്യും. ജസ്റ്റ് വീണ്ടും പ്ലസ് കെയുടെ വില 3 ആവും. 3 3-നേക്കാളും ചെറുതോ അല്ലെങ്കിൽ ഈക്വലോ ആണ്. 3 3 ഈക്വലാണ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും എന്താ ബോഡി ഓഫ് ദി ലൂപ്പ് 3 പ്രിന്റ് ചെയ്യും. നെക്സ്റ്റ് വീണ്ടും കെയുടെ വില ഇൻക്രിമെന്റ് ചെയ്ത് 4 ആവും. 4 ആകുമ്പോൾ 4 3-നേക്കാളും ചെറുതാണോ? അല്ല, ഫോൾസ് ആണെങ്കിൽ ബോഡി ഓഫ് ദി ലൂപ്പിന് വെളിക്കോട്ട് വരും. ബോഡി ഓഫ് ദി ലൂപ്പിന് വെളിക്കോട്ട് വരും അല്ലേ? യെസ്, ക്ലിയർ. ഓക്കെ. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ഒന്ന് പഠിച്ചിരിക്കുക. ഇത് ഒരു എക്സിറ്റ് ലൂപ്പിന് ഓരോ എക്സാമ്പിൾ ഡു വൈ ലൂപ്പ്. അപ്പൊ കൂടുതൽ വീഡിയോസ് ഉണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേസ്. ബൈ.